തീവണ്ടിയിലെ ക്യാരക്ടർ അതിൽ ഐ തിങ്ക് റിയൽ ആയിട്ട് യു ഹാവ് ടു സ്മോക്ക് സോ മച്ച്. അപ്പം അത് ഹെൽത്തും നമ്മൾ ത്യാഗം ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. സോ ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ? നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ ഈ റിസർച്ച് എന്ന് പറയുന്നത് കൂടുതലും ചെയ്യുന്നത് റൈറ്ററും ഡയറക്ടറും ആയിരിക്കും. ഈ റൈറ്ററും ഡയറക്ടറും റിസർച്ച് ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ ഞാനുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനപ്പോ ഈ ക്യാരക്ടർ ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് ചെയ്യും. ഈ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തവരാണ്, എന്നിട്ട് ഞാൻ ഡിബേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്യുമോ? അങ്ങനെ ഈ ഡിബേറ്റിന്റെ അവസാനത്തിലാണ് ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? അപ്പൊ ഇതിന് ഒരു ചെറുപ്പത്തില് ഇപ്പൊ നരിവേട്ടൽ ഉൾപ്പെടെ നമ്മൾ ഇവന്റെ ചെറുപ്പം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ആ ചെറുപ്പം എന്തായിരുന്നു അവന്റെ ചെറുപ്പത്തിലുള്ള സിനിമയിൽ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഹിന്റ് ഒക്കെ നമുക്ക് സിനിമയിലുള്ളൂ. പക്ഷെ ആ ഹിന്ദിൽ നിന്ന് മനസ്സിലാക്കാം ഇവന്റെ ട്രോമാസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഞാൻ ഒരു ക്യാരക്ടറിന്റെ ഷൂസിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ടൊവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ എനിക്ക് ആ ക്യാരക്ടറിന്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അത് എനിക്ക് തോന്നുന്നു ആസ് ആൻ ആക്ടർ എന്നൊരു ഉപരി ഓരോ സിനിമയും ചെയ്യുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് എൻ്റെ പെർസ്പെക്റ്റീവ് ഒന്നുകൂടെ വൈഡറായിട്ട് നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മറ്റുള്ള ആൾക്കാരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, മനസ്സ് വായിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അയാൾ എന്തുകൊണ്ടത് ചെയ്തു, അയാൾ അത് ചെയ്തതിൽ ചിലപ്പോൾ ഞാൻ ഐ മൈറ്റ് ബി ആംഗ്രി, എനിക്ക് അയാളോട് ദേഷ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അയാൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് എന്തുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.